Friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തവണയും ഷവോമിന്റെ ഒരു ഡിവൈസ് ആണ്. ഷവോമിന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺ ആണ് Xiaomi 11T Pro. അപ്പോൾ Xiaomi 11T Pro അനൗൺസ് ചെയ്യുന്നത് Xiaomi 11i HyperCharge രണ്ടാഴ്ച മുമ്പ് അനൗൺസ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണാണ് Xiaomi 11T Pro. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ക്വാൾകോമിൻ്റെ 888 ചിപ്സെറ്റ് ആണ്. അതേപോലെ അപ് ടു 12 GB ഓഫ് റാമും 256 GB സ്റ്റോറേജും വരുന്നുണ്ട്. 108 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ ഉണ്ട്. 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടാണ്. LPDDR5 റാമാണ്. അതേപോലെ തന്നെ 120 Hz HDR10+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ 120 watts HyperCharge ടെക്നോളജിയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ഒരു ബ്രോഡ്ലി ഇതിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ കൂടുതൽ വിശേഷങ്ങൾ പറയാം. അപ്പോൾ Xiaomi 11T Pro ഇതിൻ്റെ പ്രൈസിങ് ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് അനൗൺസ് ചെയ്തിട്ടില്ല. അത് കാരണം ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ പോസ്റ്റ് ചെയ്യാം പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫോൺ അയച്ചു തന്നതാണ്. അപ്പോൾ ഇത് സെലസ്റ്റൽ മാജിക് എന്ന് പറഞ്ഞൊരു കളറാണ്. ഞാനൊരു ഷോർട്സ് വീഡിയോ ചെയ്തായിരുന്നു സെലസ്റ്റൽ മാജിക്കിൻ്റെ. അപ്പോൾ ഒരു 3 കളേഴ്സിലാണ് അവൈലബിൾ. ഒന്ന് വൈറ്റ് ഉണ്ട്, ഒരു ബ്ലാക്ക് ഉണ്ട്, പിന്നെ സെലസ്റ്റൽ മാജിക് ആണ്. നമ്മുടെ കയ്യിൽ 12 GB റാമും 256 GB സ്റ്റോറേജുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഡിവൈസിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് Xiaomi 11T Proൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് Xiaomi 11T Proൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് ബോക്സ് പാക്കേജ്. ഇതിനകത്ത് വരുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 5G ഡിവൈസാണ്. മീ ലോഗോ കാണാം. പിന്നെ ബോക്സിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ സ്പെസിഫിക്കേഷനാണ്. ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ക്വിക്ക്ലി പറയാം. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 888 13 ബാൻഡ് 5G സപ്പോർട്ടാണ് ഉള്ളത്. 120 watts ഹൈപ്പർ ചാർജിങ് ആണ്. AMOLED ഡിസ്പ്ലേ ആണ്. 10-bit AMOLED ആണ്. ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്. 480 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ്, 120 Hz റിഫ്രഷ് റേറ്റുമാണ് വരുന്നത്. 108 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം. സൗണ്ട് ബൈ ഹാർമൻ കാർഡൻ ആണ്. അതേപോലെ ഡോൾബി അറ്റ്മോസ്, ഹൈറസ് ഓഡിയോ സപ്പോർട്ടും എല്ലാം തന്നെയുണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് സപ്പോർട്ടാണ് ഡിസ്പ്ലേയിൽ വരുന്നത്. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടുമാണ് വരുന്നത്. അപ്പോൾ ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ ആണ്. Wi-Fi 6 സപ്പോർട്ട് ഉണ്ട്. ട്രിപ്പിൾ മൈക്രോഫോൺ ഫോർ ഓഡിയോ സൂം ആൻഡ് നോയ്സ് റിഡക്ഷൻ ആണ്. NFC സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. ഹൈറസ് ഓഡിയോ കാണാം. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ, 12 GB റാം, 256 GB സ്റ്റോറേജ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. സെലസ്റ്റൽ മാജിക് എന്ന് പറഞ്ഞ കളറാണ്. അപ്പോൾ വേഗം തന്നെ ബോക്സ് തുറക്കാം. നമുക്ക് ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഡിസൈൻ ബൈ Xiaomi എന്ന് പറഞ്ഞ വേറൊരു ബോക്സ് കാണാം. അപ്പോൾ ഈ ബോക്സിനകത്ത് വരുന്നത് നമുക്ക് റെഗുലറായി കിട്ടുന്ന ഒരു കേസാണ്. കേസിൻ്റെ കൂടെ എന്തൊക്കെയുണ്ട് പറഞ്ഞാൽ ഒരു സിം ഇജക്ടർ പിൻ ഉണ്ട്. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് ഒരു അഡാപ്റ്ററാണ്. USB Type-C to 3.5mm ഓഡിയോ ജാക്കുള്ള അഡാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് 3.5mm ഓഡിയോ ജാക്ക് വേണമെങ്കിൽ ഈ അഡാപ്റ്റർ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ മാനുവലാണ്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ടിപ്പിക്കൽ ഷവോമിൻ്റെ TPU കേസാണ്. സ്റ്റാൻഡേർഡ് കേസാണ്. കാര്യമായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി എന്തൊക്കെയുണ്ട് നോക്കാം. ഇനി നമുക്ക് കിട്ടുന്നത് ഫോണാണ്. അപ്പോൾ ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കി എന്തൊക്കെയാണ് കൂടി നോക്കാം. പിന്നെ വരുന്നത് ഒരു കേബിളാണ്. USB Type-C ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് 120 watts അഡാപ്റ്ററാണ്. ഇതുണ്ടല്ലേ 120 watts എഴുതിയത് കാണാം. അപ്പോൾ ഇതാണ് ഷവോമിയിലെ 120 watts അഡാപ്റ്റർ. ഈ സെയിം അഡാപ്റ്റർ തന്നെയാണ് നമുക്ക് Xiaomi ഹൈപ്പർ ചാർജ് 11i വന്നത്. സെയിം ചാർജർ തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെലസ്റ്റൽ മാജിക് എന്ന് പറയുന്ന കളർ. ഈ കളറിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. ഇതിനെന്താ വെച്ചാൽ കളർ ചേഞ്ചിങ് ആണ്. നമ്മൾ പല ആംഗിളിൽ നിന്ന് കണ്ടില്ല. ഇപ്പോൾ നമുക്കൊരു ഓറഞ്ചിഷ് കളർ കാണാം, യെല്ലോയിഷ്, ഒരു ലൈറ്റ് ഗ്രീനിഷ് ടിൻറ്റ് കാണാം. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഓറഞ്ച് ടിൻറ്റ് കാണാം. ഇങ്ങനെ ആകുമ്പോൾ ബ്ലൂ ടിൻറ്റ്. അപ്പോൾ ഒരു കളർ ചേഞ്ചിങ് ബാക്ക് പാനലാണെന്ന് വേണമെങ്കിൽ പറയാം. എക്സാക്ട്ലി കളർ ചേഞ്ചിങ് അല്ല, അതിൻ്റെ ഗ്ലാസിൻ്റെ റിഫ്ലക്ഷൻ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പല ആംഗിളിൽ പല കളേഴ്സായിട്ടാണ് വരുന്നത്. നമുക്കിവിടെ ഒരു 108 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. LED ഫ്ലാഷ് കാണാം. പിന്നെ Xiaomi 5G എന്ന് പറഞ്ഞ ബ്രാൻഡിങ് കാണാം. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ഇവിടെ വോളിയം റോക്കർ കീസ് കാണാം. താഴത്ത് നമുക്ക് കിട്ടുന്നത് ഒരു സിം ട്രേ ആണ്. സ്പീക്കേഴ്സ് കാണാം. USB Type-C പോർട്ട് കാണാം. പിന്നെ മോൾ ഭാഗത്ത് അഡീഷണൽ സ്പീക്കേഴ്സ് കാണാം. പിന്നെ IR ബ്ലാസ്റ്ററാണ് വരുന്നത്. അപ്പോൾ ഹാർമൻ കാർഡൻ ട്യൂൺ ചെയ്ത സ്പീക്കേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഒരു സെൽഫി ക്യാമറയും കാണാം. അപ്പോൾ നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് ഗ്ലാസ് ഫിനിഷാണ്. ഇവിടെ നമുക്ക് ടഫ് ആൻഡ് ഗ്ലാസും ഇവിടെ ഗോറില്ല ഗ്ലാസ് വിക്ടസും ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഗ്ലാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം.
അപ്പോൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഫോണിൻ്റെ ഡിസ്പ്ലേ. അപ്പോൾ നമുക്ക് കാണാം ഇതൊരു 120 Hz റിഫ്രഷ് റേറ്റാണ്. വളരെ മികച്ചൊരു പാനലാണ് കേട്ടോ. ഞാൻ ആക്ച്വലി 2 ദിവസമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വളരെ മികച്ചൊരു പാനലാണ്. നല്ല ഒരു റിഫ്രഷ് റേറ്റ് കാണില്ല, 120 Hz റിഫ്രഷ് റേറ്റ്. പിന്നെ നമുക്ക് കളർ സ്കീം ചേഞ്ച് ചെയ്യാം, വിവിഡ്, സാച്ചുറേറ്റഡ്, സ്റ്റാൻഡേർഡ് ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഇത് 10 ബിറ്റ് AMOLED ഡിസ്പ്ലേ ആണ്. നല്ല ബ്രൈറ്റ്നസ് ലെവൽസ് ആണ്, നല്ല ടച്ച് റെസ്പോൺസ് ആണ്, വളരെ വിവിഡാണ്. അതേപോലെ തന്നെ ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടോപ്പ് ഓഫ് ദ ലൈൻ ഡിസ്പ്ലേ ആണ്, നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. വളരെ സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. പിന്നെ ഗോറില്ല ഗ്ലാസ് വിക്ടസ് സപ്പോർട്ടും സ്ക്രീനിന് പ്രൊട്ടക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടോപ്പ് ഓഫ് ദ ലൈൻ ഡിസ്പ്ലേ, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയാം. ഇതിനകത്ത് വരുന്നത് MIUI 12.5.2 ആണ്. ആൻഡ്രോയിഡ് 11 ഉള്ളൂ, ആൻഡ്രോയിഡ് 12 ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ MIUI 13 വരുമ്പോഴായിരിക്കും പ്രോബബ്ലി ആൻഡ്രോയിഡ് 12 വരിക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന സ്പെക്സ് 12 GB of റാമും 256 GB സ്റ്റോറേജുമാണ്. ഒക്ടോകോർ പ്രോസസ്സർ, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 888 ചിപ്സെറ്റാണ്. Xiaomi 11T Pro എന്ന് കാണാം നമുക്ക്. അപ്പോൾ സോഫ്റ്റ്വെയർ കാര്യം പറയുകയാണെങ്കിൽ വളരെ റിഫൈൻഡ് ആണ്. കാരണം നമുക്കിവിടെ ആഡ്സോ അങ്ങനത്തെ അൺവാണ്ടഡ് ആപ്സ് ഒന്നും തന്നെ ഇല്ല. നമുക്കിവിടെ കാണാൻ തന്നെ വളരെ മിനിമലിസ്റ്റിക് ആപ്സാണ് കൊടുത്തിരിക്കുന്നത്. കാര്യമായ ബ്ലോട്ട് വെയർസ് ഒന്നുമില്ല. 1-2 ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, എങ്കിലും കുറേ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ആഡ്സ് ഒന്നും UI വരുന്നില്ല. അപ്പോൾ ആ കാര്യത്തിലൊക്കെ Xiaomi നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ MIUIൻ്റെ എക്സ്പീരിയൻസ് എടുക്കുകയാണെങ്കിൽ പോലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. പണ്ടത്തെ പോലെ ബ്ലോട്ട് വെയർസും അതേപോലെ ആഡ്സ് ഒന്നും തന്നെ ഇല്ല. വളരെ റിഫൈൻഡ് ആണ്, പ്രത്യേകിച്ച് MIUI 12.5 എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതാണ് Xiaomiനെ MIUIനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 108 MP പ്രൈമറി സെൻസർ, 8 MP അൾട്രാ വൈഡ്, പിന്നെ 5 MP ടെലിമാക്രോ ലെൻസ് ഉണ്ട്. Xiaomi 11i HyperChargeൽ ടെലിമാക്രോ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടെ നമുക്ക് തിരിച്ച് ടെലിമാക്രോ കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് മോഡ്സ് ഉണ്ട്. ലോങ് എക്സ്പോഷർ, ഡ്യുവൽ മോഡ്സ്, മൂവി എഫക്ട്സ്, വ്ളോഗ് മോഡ്, ഷോർട്ട് വീഡിയോ, നൈറ്റ് മോഡ്, YAI വാട്ടർമാർക്ക്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും ഓപ്ഷൻസും തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സെൽഫി ക്യാമറയും നല്ലതാണ്. പിന്നെ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ്. ഇതൊക്കെയാണ് Xiaomi 11T Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. നല്ല ക്വാളിറ്റി ക്യാമറയാണ് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ഇംപ്രഷൻസിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല കളേഴ്സും നല്ല ബ്രൈറ്റ്നസ് ലെവൽസും അതേപോലെ തന്നെ ഷാർപ്നെസ് ലെവൽസും ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും എനിക്ക് നല്ല ഒരു ക്യാമറ എന്ന് പറയാൻ വേണമെങ്കിൽ. എങ്കിലും നമ്മൾ വിശദമായി ടെസ്റ്റ് ചെയ്താലേ നമുക്കിതിനെക്കുറിച്ച് വേർഡിക്റ്റ് പറയാൻ പറ്റുള്ളൂ. ഇനീഷ്യൽ ഇംപ്രഷൻസിൽ വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത് ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ക്വാൾകോമിൻ്റെ 888 ചിപ്സെറ്റാണ് കിട്ടുന്നത്. നമ്മുടെ വേരിയൻറ്റ് 12 GB റാമാണ്, LPDDR5 റാമാണ്. അതേപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടുണ്ട്. അപ്പം ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. പെർഫോമൻസ് കാര്യത്തിൽ ഇഷ്യൂസ് ഒന്നും തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മികച്ച പെർഫോമൻസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററി കാര്യം പറയുകയാണെങ്കിൽ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 120 watts ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 5000 mAh കപ്പാസിറ്റി ബാറ്ററി തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനീഷ്യൽ ഇംപ്രഷൻസിൽ എനിക്ക് തോന്നുന്നു നല്ല ഒരു ബാറ്ററി പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. എങ്കിലും വിശദമായി നമ്മൾ റിവ്യൂ ചെയ്താലേ ബാറ്ററിനെ കുറിച്ച് പറയുന്നുള്ളൂ. പിന്നെ അതേപോലെ 120 watts HyperChargeും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു Xiaomi 11T Proൻ്റെ ഒരു ഡീറ്റെയിൽ അൺബോക്സിങ് വീഡിയോ ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ റിവ്യൂ ചെയ്തതിനു ശേഷം ഡീറ്റെയിലായി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിനു ശേഷം റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലൊരു ഡിവൈസാണെന്ന് പറയാം. ഇതിൻ്റെ പ്രൈസിങ് ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് അനൗൺസ് ചെയ്തിട്ടില്ല. ഞാൻ പ്രൈസിങ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഇതർ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ എന്താ പറയുക വീഡിയോൻ്റെ ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും പ്രൈസിൻ്റെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു കോമ്പറ്റീറ്റീവ് പ്രൈസിങ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ബിലോ 40,000 rupees ആയിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ പറയാൻ പറ്റില്ല. 120 watts HyperCharge ഒക്കെ ഉണ്ടാവുന്നത് ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് Xiaomi 11T Proൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.